ഖംനായിയെ കൊലപ്പെടുത്തിയതും ഇറാനെ ആക്രമിച്ചതും മണ്ടത്തരമായി പോയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാഖിനെ ആക്രമിച്ചതിന് തുല്യമായ രീതി തന്നെയാണ് യഥാർത്ഥത്തിൽ കൃത്യമായിരിക്കുന്ന നിലപാടില്ലാതെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ട്രംപിൻ്റെ കുറ്റസമ്മതം. ഇറാഖിലെ മണ്ടത്തരം ഇറാനിലും നടത്തി. വരാൻ പോകുന്ന പ്രസിഡന്റിന് രണ്ട് രാജ്യത്തും മണ്ടത്തരം നടത്തിയ പ്രസിഡന്റ് അല്ലെങ്കിൽ രാജ്യമായിരുന്നു തങ്ങളുടേത് എന്ന് പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. ജോർജ് ബുഷിൻ്റെ കാലത്താണ് ഇറാഖിനെ ആക്രമിച്ചത്. അന്ന് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന നിലവിലെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുഷിനെ കുറ്റപ്പെടുത്തിയിട്ടാണ് അന്ന് സംസാരിച്ചത്. മണ്ടത്തരം ചെയ്തത് എന്തിന് എന്നുള്ളത്. 5000-ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട അതിഭയാനകരമായിരിക്കുന്ന യുദ്ധമാണ് യഥാർത്ഥത്തിൽ ഇറാഖിൽ നടന്നത്. 5000 എന്ന് അമേരിക്ക പറയുകയാണെങ്കിൽ അതിൽ കൂടുതലുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്നത്തെ ചില സാഹചര്യങ്ങൾ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ന്യൂയോർക്കിലേക്കും വാഷിങ്ടണിലേക്കും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങൾ അവിടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് കൂട്ടത്തോടു കൂടി എയർപോർട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് അമേരിക്കൻ പൗരന്മാർ അടുത്ത് വരുമായിരുന്നു എന്നുള്ളതാണ്. നിലവിളിയോടുകൂടി. കാര്യം ആ കാലഘട്ടത്തിൽ ഒരു വിമാനം വന്നാൽ 20 അമേരിക്കൻ സൈനികരുടെ മൃതദേഹമെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് മരണപ്പെട്ടത്, ആരുടെ മൃതദേഹമാണ് കൊണ്ടുവന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിന് സമാനമായിരിക്കുന്ന രീതിയാണ് ഇപ്പോൾ ഉണ്ടായത്. കൃത്യമായ രീതിയിലുള്ള ഇൻ്റലിജൻസിൻ്റെ പരാജയം ഇവിടെ വളരെ കൃത്യമാണ്. ഇറാഖിലും ഇറാനിലും മണ്ടത്തരം നടത്തി എന്നുള്ളത് സമ്മതിക്കേണ്ടി വരും എന്നുള്ളിടത്തേക്ക് ട്രംപ് എത്തുകയാണ്. മൊസാദ്, അമേരിക്കയുടെ ഇൻ്റലിജൻസ് വിഭാഗം, ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇതെല്ലാം തന്ന റിപ്പോർട്ടുകൾ യഥാർത്ഥത്തിൽ കൃത്യതയില്ലാത്തതാണ്. വളരെ പഠനാർഹമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ അവർക്ക് സാധിക്കാതെ പോയി. 1980 ഇറാൻ ഇറാഖ് യുദ്ധമാണ് അടിസ്ഥാനമായ രീതിയിൽ മൊസാദ് സംഘം പഠിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അഥവാ 79 ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. 80 ആയ സമയത്ത്, അതായത് 79 മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിപ്ലവ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. 80 എന്ന് പറയുന്നത് തൊട്ടടുത്ത വർഷമാണ്. അത് 6 മാസം കഴിഞ്ഞാൽ 1980 വർഷത്തിൽ പ്രവേശിച്ചു. ഈ 1980 വർഷത്തിൽ പ്രവേശിച്ച സമയത്ത് ഇറാൻ ഇറാഖ് യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം എന്ന് പറയുന്നത് ഭയാനകരമായിരിക്കുന്ന യുദ്ധം എന്ന് വെച്ചാൽ ഈ മേഖലയിൽ അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ അന്ന് വരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും കഠിനമായിരിക്കുന്ന യുദ്ധമായിരുന്നു. യുദ്ധം 8 വർഷത്തോളം നീണ്ടു നിന്നു. സത്യത്തിൽ 8 വർഷം യുദ്ധം നടക്കുമോ എന്നൊക്കെ പല രീതിയിലൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറ അത് വിശ്വസിക്കുകയും ചെയ്യുകയില്ല. 8 വർഷമൊക്കെ യുദ്ധം നിൽക്കുമോ എന്നൊക്കെ ചോദിക്കപ്പെടും. പക്ഷേ ഉക്രൈൻ റഷ്യൻ യുദ്ധം 5ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് 8 വർഷം 10 വർഷമൊക്കെ ഒരു യുദ്ധം നിലനിൽക്കും എന്ന് മനസ്സിലായത്. 8 കൊല്ലത്തെ യുദ്ധത്തിൽ 10 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ട ഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു. അവിടെ ഒരു വിഷയം ഉണ്ടായത്, ഈ യുദ്ധത്തിൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലം ക്ഷയിക്കുക എന്നുള്ളത് ഇറാഖിൻ്റെ മാത്രമല്ല അമേരിക്കയുടെയും ആവശ്യമായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള സഹായം ഇറാഖിന് അമേരിക്ക ചെയ്തു കൊടുത്തു. ഇറാഖും അമേരിക്കയും സഖ്യകക്ഷികളായിരുന്നു. ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്നത്തെ സോവിയറ്റ് യൂണിയനും രംഗത്ത് വന്നു. അങ്ങനെയാണ് യുദ്ധത്തിന് മൂർച്ച കൂടിയത്. ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധം എന്ന് പറഞ്ഞാൽ 2 രാജ്യം മാത്രം നടത്തുന്ന യുദ്ധമാണോ? അല്ല. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും അവരെ സഹായിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഉക്രൈനെ സഹായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് പോയത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മൊസാദിൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം അവ്യക്തമായിരുന്നു. കൃത്യമായ രീതിയിൽ ഇറാനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാകാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അവർ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അവർക്കൊരു യുദ്ധത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു റൂട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യത്തെ ഘട്ടത്തിൽ, ഫസ്റ്റ് ഘട്ടത്തിൽ തന്നെ ശത്രുവിന് വലിയ രീതിയിൽ മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന രീതിയിൽ കൂട്ടായ രീതിയിൽ ആക്രമണം നടത്തുക എന്നുള്ളതാണ്. യുദ്ധത്തിന് ഉപയോഗിക്കുന്ന അവരുടെ കൈവശമുള്ള ആയുധത്തിൻ്റെ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ അതികഠിനമായ രീതിയിൽ ആക്രമിക്കുന്ന സമയത്ത് ശത്രുപക്ഷം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും. യുദ്ധം പരിശോധിച്ചാൽ കൃത്യമായ രീതി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഗസയിൽ മാത്രമാണ് ഇസ്രായേലിന് അത് പരീക്ഷിക്കാൻ പറ്റാതെ പോയത്. 1960 ഇസ്രായേൽ യുദ്ധത്തിൽ അവർ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ പരീക്ഷിച്ചത് അത് തന്നെയാണ്. അങ്ങനെയാണ് വിജയിച്ചത്. ആദ്യ ഘട്ടത്തിൽ തന്നെ അവിടെ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള 100ഓളം യുദ്ധവിമാനങ്ങളിൽ ഏകദേശം 90-ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ.
അതിൽ ഭയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിൽ തകർന്നു പോയി അറേബ്യൻ രാജ്യങ്ങളുടെ ധൈര്യവും അവരുടെ യുദ്ധത്തിൻ്റെ മനോഭാവങ്ങളും. റൂട്ട് തന്നെ മാറി സഞ്ചരിച്ചു. അതിനുശേഷം നടത്തിയ പല യുദ്ധങ്ങളും അങ്ങനെ തന്നെയാണ്. ഇനി ലെബനാനിൽ നോക്കൂ, ലെബനാനിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഹിസ്ബുള്ള ഗ്രൂപ്പ്, ഹിസ്ബുള്ളയുടെ തലവനായിരിക്കുന്ന ഹസൻ നസ്രുള്ള കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്രമണം, അത് കൂട്ടായിരിക്കുന്ന ഒരു ആക്രമണമാണ്. പല ഭാഗങ്ങളിലും ഒരേ സമയത്ത്. അതിൻ്റെ തൊട്ട് മുമ്പാണ് പേജർ ആക്രമണം നടത്തിയിട്ട് ഒരു 32 ആളുകൾ കൊല്ലപ്പെട്ടു, 2000-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. അങ്ങനെ രാജ്യം തന്നെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്താണ് രണ്ടാം ഘട്ടത്തിലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം വന്നത്. ഇതവരുടെ റൂട്ട് അങ്ങനെയാണ്. അമേരിക്ക ആക്രമണം നടത്തുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. അമേരിക്ക ഈ വർഷത്തിൽ ഇറാൻ ആക്രമിച്ച സമയത്ത് അവിടെ ഈ ഫസ്റ്റ് തന്നെ ചെയ്ത പ്രവൃത്തി നമുക്കറിയാവുന്നതാണ്. ആയത്തുള്ള അലി ഖംനായി എന്ന ആത്മീയ നേതാവിനെ കൊലപ്പെടുത്തി, സൈനിക മേധാവിയെ കൊലപ്പെടുത്തി, ശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തി, സൈനികർ താമസിക്കുന്ന ഇടം തകർത്തു, ആയുധ ശേഖരണം ഉണ്ട് എന്ന് കരുതുന്ന മേഖല തകർത്തു. എല്ലാം കൊണ്ട് കൂട്ടായ രീതിയിലൊരു ആക്രമണം അങ്ങനെ നടത്തിയ സമയത്ത് എന്തായി, അത് ഇരുന്ന് പോകും എന്നവർക്ക് കണക്ക് കൂട്ടി. ആ കണക്ക് കൂട്ടി തെറ്റി. അങ്ങനെയാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് വെടികൊണ്ട സിംഹമായി ഇറാനെ മാറ്റിയത് ഖംനായിയെ കൊലപ്പെടുത്തിയതാണ്. ഖംനായിയെ കൊലപ്പെടുത്തിയതുകൊണ്ട് മാത്രം അത് അവിടെ വിഷയം തീരുന്നില്ല. അതോടനുബന്ധിച്ച് തന്നെ ഈ സ്കൂൾ കുട്ടികളുടെ സ്ഥാപനത്തിന്, സ്കൂളിന് നേരെ ആക്രമണം നടത്തി 180 ചില്ലാൻ കുട്ടികളെയും കൊലപ്പെടുത്തിയതോടുകൂടി വിളറി പൂണ്ട രീതിയിലേക്ക് ഇറാൻ മാറി. അതിൻ്റെ പ്രത്യാക്രമണമാണ് ഇപ്പോഴും അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികൾ അനുഭവിച്ചു വരുന്നത് എന്ന് ചുരുക്കം. അപ്പോൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇറാൻ ആക്രമിച്ചത് മണ്ടത്തരായിപ്പോയി, അത് ചെയ്യാൻ പാടില്ലായിരുന്നു, അതങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്. മറ്റ് പല രീതിയിൽ സാമ്പത്തിക വിരോധം ശക്തമാക്കുക, ഇറാനുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങളെ നിസ്സഹകരണത്തിലേക്ക് എത്തിക്കുക, ഇറാൻ്റെ പെട്രോൾ വാങ്ങരുതെന്ന് പറയുക, അങ്ങനെ കുറേ റൂട്ട് കാര്യങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അതിലൂടെയായിരുന്നു സഞ്ചരിക്കേണ്ടിയിരുന്നത്. ഇങ്ങനെ സഞ്ചരിച്ച രീതി തെറ്റാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം.